ചൂരൽമലയിൽ ദുരന്ത മേഖലയിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതികൂല കാലാവസ്ഥ, ശക്തമായ മഴ വന്നതിനെ തുടർന്ന് വൈകുന്നേരത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഒന്നാം ദിനം ദുരന്തമുണ്ടായ അന്നേ ദിവസം രാത്രി 7:30 വരെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് അവിടെ രക്ഷാപ്രവർത്തകർ ദൗത്യസംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തന്നെ 3000-ലധികം പേരാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൂരൽമലയിലും ഒപ്പം മുണ്ടക്കൈയിലും നൂൽപ്പുഴയിലും അട്ടമലയിലും അടക്കം 3000 അവിടങ്ങളിലടക്കം 3000-ഓളം രക്ഷാപ്രവർത്തകരാണ് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരേ സമയം തന്നെ മണ്ണിലകപ്പെട്ടു പോയവരെ രക്ഷിക്കുക, രക്ഷപ്പെടുത്തിയവർക്ക് കൃത്യമായ ചികിത്സ നൽകുക, രക്ഷപ്പെട്ട മറ്റുള്ളവർക്ക് പരിക്കുകളില്ലാത്തവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, ദുരന്ത ബാധിത മേഖലകളിൽ നിന്നുള്ള അവരെയും ദുരന്ത മേഖലകൾക്ക് പുറത്തു നിന്നുള്ളവരെയും 8500-ഓളം പേരെയാണ് നിരവധി 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യം മുഖ്യമന്ത്രി ചൂരൽമലയിൽ ദുരന്തം നടന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി സന്ദർശിക്കുകയാണ്. അവിടെയാണ് ബെയിലി പാലം, അതായത് മുണ്ടക്കൈ മേഖലയെയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 190 അടിയുള്ള ബെയിലി പാലം കരസേന അതിദ്രുതം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കരസേനയുടെ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനത്തിൽ കരസേന നടത്തിയ പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. ഇപ്പോൾ ചൂരൽമല സന്ദർശനം നടത്തിയ ശേഷം മുഖ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചേക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. നിലവിൽ അവിടെയുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി അടക്കം വിലയിരുത്തിയ ശേഷം മുഖ്യമന്ത്രി ചൂരൽമലയിൽ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ തോതിൽ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് മഴ വീണ്ടും, രാവിലെ ഒഴിഞ്ഞു നിന്ന മഴ ഇപ്പോഴും വീണ്ടും ശക്തമായ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, മുഖ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇനി എവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പോവുക? സിജു, മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മുഖ്യമന്ത്രി ഇനി സന്ദർശിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു 5 മിനിറ്റിലധികം നേരം ഈ ദുരിതബാധിത പ്രദേശത്ത് മുഖ്യമന്ത്രി സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, K രാജൻ, AK ശശീന്ദ്രൻ, OR കേളു, K കൃഷ്ണൻകുട്ടി, റോഷി അഗസ്റ്റിൻ അടക്കമുള്ള മന്ത്രിമാരും ഈ മുഖ്യമന്ത്രിക്കൊപ്പം ഈ പ്രദേശത്ത് എത്തിയിരുന്നു. കനത്ത മഴയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയെ പോലും അവഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഈ ബെയിലി പാലം നിർമ്മിക്കുന്ന ചൂരൽമല പ്രദേശത്ത് എത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ദുരിതത്തിന്റെ ആഘാതം മുഖ്യമന്ത്രി കാഴ്ചയിൽ തന്നെ വ്യക്തമാക്കി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആശയവിനിമയത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആർമിയും അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുമായിട്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പാലത്തിന്റെ നിർമ്മാണ പുരോഗതി അടക്കം വിലയിരുത്തിയിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മടങ്ങിയത്. ഇന്ന് രാവിലെ 9:30 മുഖ്യമന്ത്രി സുൽത്താൻ ബത്തേരിയിൽ ഹെലികോപ്റ്റർ മാർഗം കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ എത്തിയത്. അവിടെ നിന്ന് റോഡ് മാർഗം കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിൽ എത്തുകയും മന്ത്രി നിലവിലെ ഇവിടെ വയനാട് ജില്ലയിലെത്തിയ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഉന്നതതല യോഗത്തിനും അതുപോലെ തന്നെ കക്ഷി യോഗത്തിലും പങ്കെടുക്കാൻ വേണ്ടി വയനാട് കളക്ടറേറ്റിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്. റെസ്റ്റ് ഹൌസിൽ വെച്ച് മന്ത്രിമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. നിലവിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന 5ഓളം മന്ത്രിമാരുണ്ട്. അവരുമായിട്ട് കൃത്യമായി വിവരങ്ങളൊക്കെ ശേഖരിച്ച ശേഷമാണ് ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ഉള്ള യോഗത്തിനായി മുഖ്യമന്ത്രി കളക്ടറേറ്റിൽ 10 മണിയോടുകൂടി എത്തിയത്. തുടർന്ന് 11 മണിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു. മന്ത്രിമാരും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇതിൽ ചർച്ച ചെയ്ത തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്നും അതുപോലെ തന്നെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ, നിലവിൽ വിദ്യാഭ്യാസം അടക്കം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്. കാരണം വീടോ പുസ്തകമോ മറ്റോ എല്ലാ സാധനങ്ങളും ഈ ഉരുൾപൊട്ടലിൽ നശിച്ച നിരവധി വിദ്യാർത്ഥികളാണ് ഈ മേഖലയിൽ. അവരുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിലെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടെയുള്ള കാര്യങ്ങൾ, ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്.
നിലവിൽ ശക്തമായ മഴ ഈ മേഖലയിൽ ചൂരൽമല മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ അതുപോലെ തന്നെ വേലി പാലം നിർമ്മാണത്തെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാരണം ഈ ചൂരൽമലയിലൂടെ ഒഴുകുന്ന പുഴയിൽ ശക്തമായ നീരൊഴുക്ക് ഇപ്പോൾ കൂടി വരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി ഇനി ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി അവിടെയുള്ള സ്ഥിതിഗതികളും വിലയിരുത്തും. ഇന്ന് രാവിലെയോടുകൂടിയാണ് മുഖ്യമന്ത്രി വയനാട്ടിലെത്തിയത്. എല്ലാ കാര്യങ്ങളും കാരണം രക്ഷാപ്രവർത്തനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അവലോകന യോഗം ചേർന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങുകയുള്ളൂ. ഇതിനു വേണ്ട ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അതിനുവേണ്ട സാമ്പത്തിക സഹായം അടക്കം ലഭ്യമാക്കണമെന്ന ഒരു നിർദ്ദേശം അടക്കം യോഗത്തിൽ ഉയർന്നിരുന്നു. വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് കേരളം ഒന്നാകെ വയനാട്ടിൽ ദുരന്തത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേര് ഇനിയും ശരി, സച്ചിനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ